വയനാട്ടിൽ ഒരു ഹോസ്പിറ്റൽ അറ്റൻഡന്റായി ജോലി ചെയ്യുന്ന സേതു വയ്യാതെ കിടപ്പിലായ തന്റെ ചേട്ടൻ മധുവിനെയും നോക്കി മരിച്ചുപോയ ഇവരുടെ ചിറ്റപ്പനായ മാർക്കോസായി അഭിനയിച്ചുമൊക്കെ എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്നു. വളരെ പാവമായിരുന്ന സേതുവിനെ എല്ലാവരും നന്നായി ഉപയോഗിക്കുന്നു. അങ്ങനെയിരിക്കെ സേതു തന്റെ ചിറ്റപ്പന്റെ മകനായ അർമിയാസിന്റെ കൂടെ തനിക്കൊരു പെണ്ണു കാണാൻ പോകുന്നു. അവിടെ വെച്ച് അവർ അത് ഉറപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ വീട്ടിൽ വരുന്ന സേതു അവരുടെ ജോലിക്കാരി അടുത്തുള്ള നമ്പ്യാരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ജോലി നിർത്തിപ്പോകുന്നത് കാണുന്നു. പിന്നെ രാവിലെ ആയപ്പോൾ സേതു അവരുടെ പറമ്പിൽ അർമിയാസ് അന്വേഷിക്കുന്ന രാജേന്ദ്രൻ എന്ന ആളെ കാണുന്നു. അയാൾ അവനെ ഭീഷണിപ്പെടുത്തുന്നു. നേരത്തെ റിസോർട്ടിലുണ്ടായ ഒരു മാവോയിസ്റ്റ് ആക്രമണത്തിൽപ്പെട്ട് അതിലുള്ള ആളാണെന്ന് കരുതിയാണ് അവർ അവനെ അന്വേഷിക്കുന്നത്. എന്നാൽ രാജേന്ദ്രൻ തനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന രേണുകയെ കാണാൻ വന്ന് അബദ്ധത്തിൽ അതിൽ പെട്ടുപോയതായിരുന്നു. എന്നാൽ മധു അയാളെ മരിച്ചുപോയ മാർക്കോസായിട്ടാണ് കാണുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് സേതു മാർക്കോസ് മരിച്ചതും തന്റെ ചേട്ടൻ കിടപ്പിലായതും എങ്ങനെയെന്ന് രാജേന്ദ്രനോട് പറയുന്നു. പിന്നെ അവർ അവിടെ ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയുന്നു. എന്നാൽ അർമിയാസ് അയാളെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം സേതുവും രാജേന്ദ്രനും കൂടെ നമ്പ്യാരുടെ തോക്കടിച്ചു മാറ്റുന്നു. അത് കണ്ട് നമ്പ്യാർക്ക് അറ്റാക്ക് വന്ന് മരിച്ചുപോകുന്നു. അത് കേട്ട് അവരെല്ലാവരും സന്തോഷിക്കുന്നു. എന്നാൽ അർമിയാസ് അയാളെ അന്വേഷിച്ച് അവരുടെ വീട്ടിലെത്തുന്നു. എന്നാൽ രാജേന്ദ്രനെ കിട്ടിയില്ലെങ്കിലും അയാൾ മധുവിനോട് മാർക്കോസ് മരിച്ചുപോയി എന്ന കാര്യം പറയുന്നു. അത് കേട്ട മധു പിന്നീട് മരിക്കുന്നു. രാജേന്ദ്രൻ അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഒറ്റയ്ക്കായ സേതു ഇതൊക്കെ ചെയ്തത് അർമിയാസ് ആണെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ അവൻ ആദ്യം തന്നെ കുറേക്കാലം ദ്രോഹിച്ച ഡോക്ടറുടെ പാർട്ടിക്ക് തോക്കുമായി ചെന്ന് അവിടെ പ്രശ്നമുണ്ടാക്കുന്നു. പിന്നെ അവിടുന്ന് സേതു രാജേന്ദ്രനെ കണ്ടുപിടിക്കാൻ കാട്ടിലേക്ക് പോകുന്നു. അർമിയാസും അങ്ങോട്ട് വരുന്നു. പിന്നെ അവിടെയുണ്ടായ കൂട്ടപ്പൊരിച്ചിലിൽ അർമിയാസ് രാജേന്ദ്രനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അത് കണ്ട സേതു അർമിയാസിനെയും കൊല്ലുന്നു. എന്നിട്ട് സേതു തോക്കുമായി ദൂരേക്ക് പോകുന്നു.